എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താറാവ് കറി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കി സ്റ്റൈലിലാണ് നമ്മൾ താറാവ് കറി വെക്കുന്നത്. അപ്പോൾ താറാവ് കറി വെക്കാൻ വേണ്ടി നമ്മൾ നാടൻ ഒരു താറാവിനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ റെഡിയാക്കുന്നത് നമ്മുടെ അളിയനാണ് കേട്ടോ. നമ്മുടെ പെങ്ങളുടെ ഭർത്താവാണ് ഇന്നിപ്പോൾ താറാവിനെ റെഡിയാക്കുന്നത്. അപ്പോൾ അത് അളിയൻ റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ഇതിന് വേണ്ടപ്പെട്ട ചേരുവകളെല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറേ ചുമന്നുള്ളികളാണ്. ചുമന്നുള്ളി എന്ന് വെച്ചാൽ ചെറുള്ളിയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്കിപ്പോൾ റെഡിയാക്കി എടുക്കാം. ഇത് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് ഒരു കുറച്ച് സമയം എടുക്കും, എന്നാലും ചെറുള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മളിപ്പം ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാൽ അതിൽ പിഴിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ട് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ അമ്മ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് മെഡിസിൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതായത് എല്ലാ അസുഖങ്ങൾക്കുള്ള മരുന്നുകളെല്ലാം അമ്മ ചെയ്യുന്ന ഈ കമ്പനിയിൽ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടവരുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മളപ്പം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ വേണ്ടപ്പെട്ടവർക്ക് ഇത് എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നാണ് ഇത്. എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് താറാവ് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ. ഈ തേങ്ങ ചിരവി വെച്ചിരിക്കുന്നത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ കുറച്ച് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പെങ്ങളും അളിയനും കൂടെ ചേർന്ന് താറാവൊക്കെ റെഡിയാക്കി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേരുവകൾ ചേർക്കാനുള്ള എല്ലാം കൂടെ കഴുകി റെഡിയാക്കി നമ്മളും സെറ്റാക്കി ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിത് വഴറ്റിയെടുക്കുമ്പോൾ ഈ സബോള ഇഞ്ചിയൊക്കെ നന്നായിട്ട് വേകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രം നമുക്കിത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം റെഡിയാക്കി എല്ലാം ചെറുതായിട്ട് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. തക്കാളി എടുത്തത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയൊരു ഫ്ലേവർ കിട്ടാനായിട്ടും അതേപോലെ തന്നെ കറിക്കൊരു കൊഴുപ്പ് കിട്ടാനായിട്ടും കൂടെയാണ് നമ്മൾ ഈ തക്കാളി എടുത്തിരിക്കുന്നത്. അത് കൂടുതൽ തക്കാളിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 തക്കാളി മാത്രം മതി കേട്ടോ. മസാലപ്പൊടികൾ നമ്മൾ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ഉണ്ട്, അതുപോലെ തന്നെ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ച് വെച്ച പൊടിയുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, അതേപോലെ തന്നെ ഗരം മസാലയുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് വേണം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ താറാവ് കുക്കറിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ചേരുവകളെല്ലാം കൂടെ വഴറ്റി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ചെമ്പെടുത്ത് തീയ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് രീതിയിൽ ചെമ്പൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞ് മാത്രം നമ്മൾ അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ പറ്റുന്നത് വെച്ചാൽ ആദ്യമായിട്ട് കുറച്ച് കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം. അതായത് എണ്ണ നല്ല രീതിയിൽ തിളച്ച് വന്നു കഴിയുമ്പോൾ കുറച്ച് കടുക് ചേർക്കണം. അത് ഒരുപാട് കടുകൊന്നും വേണ്ട, കുറച്ച് കടുക് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ കടുക് എല്ലാം പൊട്ടണം, നന്നായിട്ട് പൊട്ടി ഇതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കടുക് പൊട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള എല്ലാം കൂടെ അതിനുള്ളിലേക്ക് ചേർക്കുന്നു. സബോള, ഇഞ്ചി, പച്ചമുളക്, ഇത്ര ഐറ്റംസ് നമ്മൾ ആദ്യം തന്നെ ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കയ്യിലെടുത്ത് നന്നായിട്ട് ഒന്ന് കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു കളറൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. ഈ ചെറിയ ചുമല കളറ് ആ ഒരു രീതിയിലേക്കൊക്കെ വരും. അത് വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നല്ല രീതിയിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ മസാലപ്പൊടികൾ ചേർക്കുക. മസാലപ്പൊടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓരോന്നോരോന്നായി ചേർക്കുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇതാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തെടുക്കണം. അപ്പോൾ തീ നമ്മളൊരു ഇത്തിരി കുറച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ മാത്രമേ നമ്മളിത് നന്നായിട്ട് മസാല ഇളക്കി മിക്സ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെല്ലാം നല്ല രീതിയിൽ ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. 3 തവണയായിട്ടാണ് നമ്മളപ്പോൾ തേങ്ങ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 തവണയായിട്ടാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്.
അപ്പം ഫസ്റ്റ് ഒരു തവണ പിഴിഞ്ഞെടുക്കുന്നത് നല്ല കട്ടി ഉണ്ടാവും. സെക്കൻഡ് തവണ അത് ഇത്തിരി കൂടെ കട്ടി കുറഞ്ഞ പാലായിരിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ പിഴിഞ്ഞ പാലാണ് നമ്മളിപ്പം ആദ്യം നമ്മൾ ഈ മസാല ചേരുവയിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു പരുവ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാലും കൂടി ചേർക്കുക. നമ്മളിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കില്ല കേട്ടോ. വെള്ളം നമ്മളിതിനകത്ത് യൂസ് ചെയ്യാനേ പാടില്ല. നമ്മളപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് നീരായിട്ടാണ് നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് നീരായിട്ടാണ്, അതായത് കല്ലുപ്പ് കലക്കി വെച്ചിരിക്കുന്ന നീരാണ് കേട്ടോ. അപ്പോൾ ആ ഉപ്പ് നീര് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 2 തവി ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി നല്ല രീതിയിലൊന്ന് മിക്സായി ആ ഒരു ഫ്ലേവർ നമുക്ക് അപ്പോഴത്തേക്കും സ്മെല്ലിൽ നമുക്ക് കിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ മുമ്പേ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നല്ല താറാവ്, ഈ താറാവ് നന്നായിട്ട് വെന്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ താറാവ് എടുത്ത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാ മസാലകളിലേക്കും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ കൂടെ ഒന്ന് ഹെൽപ്പിന് വിളിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാനായിട്ടും ഇത് മിക്സ് ചെയ്യാനായിട്ടും എല്ലാത്തിനും കൂടെ എന്നെ കൊണ്ട് തന്നെ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കൂടെ ഹെൽപ്പിന് വിളിച്ചിരിക്കും. അപ്പോൾ അമ്മ വന്നിട്ട് അതെല്ലാം മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സായി എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാൽ ആദ്യമായിട്ട് പിഴിഞ്ഞ ഫസ്റ്റ് പാലുണ്ടല്ലോ, ആ പാല് നമ്മൾ ഈ താറാവ് കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് ഈ ലാസ്റ്റ് എല്ലാ ചേരുവകളും ചേർന്ന് കഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിപ്പായിട്ടുള്ള ആ പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് നല്ലൊരു ഫ്ലേവർ തന്നെ വരും കേട്ടോ. അപ്പോൾ നല്ലൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഗ്രേവിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഒരുപാട് തിളയ്ക്കുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അത് ഒന്ന് ആവി കയറിയാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവായതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ശേഷം ഒരു 1 മണിക്കൂറത്തേക്ക് നമ്മൾ നന്നായിട്ട് മൂടി അങ്ങ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മളിതെല്ലാം പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അളിയൻ ഇവിടെ പെങ്ങളെ കണ്ട ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന മാവേന്ന് കുറേ മാങ്ങ പറിച്ചു കൊടുത്തിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അരി എന്നും പറഞ്ഞുകൊണ്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അങ്ങനെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു കുരുവിക്കൂടാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുരുവിക്കൂട്, പിന്നെ കോഴിക്കൂട്, കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഞാൻ കുറേ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പേരുകൾ അവരുടെ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. അതുകൊണ്ട് ആ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പേര് ഞാൻ പറയാം, ജിങ്കനും മങ്കനും മങ്കിയാണ് കേട്ടോ, 3 പേരുള്ളത്. അപ്പോൾ ഈ 3 പേരെ നമ്മൾ ഈസ്റ്ററിന് വേണ്ടിയിട്ട് നടത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈസ്റ്റർ ആവട്ടെ എന്നുള്ള വെയിറ്റിങ്ങിലാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ റോക്കിക്കുട്ടൻ എന്നെ എന്താണ് ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ റോക്കിക്കുട്ടൻ മുറ്റത്തൂടെ ഇങ്ങനെ കറങ്ങി കിടക്കുക കേട്ടോ. കുറച്ച് കുരുത്തം കെട്ടവനാണ്. നമ്മുടെ മുറ്റത്ത് മൊത്തം മണ്ണായതുകൊണ്ട് തന്നെ ആ മണ്ണിനകത്തൂടെ കിടന്നിട്ടല്ല തലകുത്തി മറിയുവാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം താറാവ് കറിയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.